ജീവിതത്തിൽ വലിയ വലിയ ഐശ്വര്യങ്ങൾ, വലിയ വലിയ ഗുണങ്ങൾ, സൗഭാഗ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നുകൊണ്ടിരിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഐശ്വര്യത്തിൻ്റെ അടയാളമാണ്. നല്ല സുഹൃത്തുണ്ടാകുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകുന്നത്. നമ്മെ നേർവഴിയിലേക്ക് നയിക്കുന്ന നല്ല സുഹൃത്താണ് നമുക്ക് ആവശ്യമുള്ളത്. ഇങ്ങനെ സുഹൃത്തിനെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, നല്ല സുഹൃത്ത് നിങ്ങൾക്കുണ്ടാവണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കുള്ള സുഹൃത്ത് നല്ലവരായി മാറി അതിലൂടെ നമ്മളും നല്ലവരാവണമെങ്കിൽ, മഹാനായ യൂസുഫ് നബി റളിയല്ലാഹു തആല എന്ന് പറയുന്നുണ്ട്, അല്ലാഹു തആലയുടെ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഒരു ഇസ്മ അത് ചൊല്ലിയാൽ മതി എന്നാണ്. ദിവസം 3 പ്രാവശ്യം ചൊല്ലിയാൽ മതി. എല്ലാ ദിവസവും 3 പ്രാവശ്യം അത് ചൊല്ലുക. എന്നാൽ അവനുണ്ടാകുന്ന കൂട്ടുകാർ നല്ല കൂട്ടുകാരായിരിക്കും. നല്ല കൂട്ടുകാരോടൊപ്പം അവന് ജീവിക്കാൻ കഴിയും. മാത്രമല്ല ആ ഇസ്മിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ആ ഇസ്മ നമ്മൾ പതിവാക്കിയാൽ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരികയും ചെയ്യും. അതേതാണ് ആ ഇസ്മ എന്നറിയോ? ബാത്തുൻ എന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അസ്മാഉൽ ഹുസ്നയുടെ 76ാമത്തെ ഇസ്മാണ് ബാത്തുൻ. യാ ബാത്തുൻ യാ അല്ലാഹ് എന്ന് 3 പ്രാവശ്യം ചൊല്ലിയാലാണ് ഈ നല്ല സുഹൃത്തിനെ കിട്ടുക എന്ന് പറഞ്ഞത്. യാ ബാത്തുൻ യാ അല്ലാഹ്, യാ ബാത്തുൻ യാ അല്ലാഹ്, യാ ബാത്തുൻ യാ അല്ലാഹ് എന്നിങ്ങനെ ദിവസം 3 പ്രാവശ്യം ചൊല്ലുക. ഇനി ഒരാൾക്ക് അതിനേക്കാൾ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ദിവസം 100 പ്രാവശ്യം ചൊല്ലുക. ജീവിതത്തിൽ വലിയ സൗഭാഗ്യങ്ങൾ വന്നു ചേരും. യാ ബാത്തുനി യാ ബാത്തുനി യാ ബാത്തുനി യാ ബാത്തുനി എന്നോ അല്ലെങ്കിൽ യാ ബാത്തുനി യാ അല്ലാഹ് എന്ന് ചേർത്തുകൊണ്ട് ദിവസം 100 പ്രാവശ്യം അത് പതിവാക്കി ചൊല്ലുകയാണെങ്കിൽ ജീവിതത്തിൽ വലിയ വലിയ ഐശ്വര്യങ്ങൾ, വലിയ വലിയ ഗുണങ്ങൾ, സൗഭാഗ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തന്നുകൊണ്ടിരിക്കും. നാം വിചാരിക്കാത്ത രൂപത്തിൽ, നാം ഒരിക്കലും ചിന്തിക്കാത്ത രൂപത്തിലുള്ള വലിയ സൗഭാഗ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നാം ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ ശ്രമിക്കുക. വലിയ അധ്വാനമില്ലാതെ നമുക്ക് ചൊല്ലാൻ പറ്റിയൊരു ദിക്ർ കൂടിയാണ് യാ ബാത്തുൻ എന്നുള്ളത്. അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട വലിയ മഹത്വമുള്ളൊരു ദിക്ർ കൂടിയാണ്. നാം ജീവിതത്തിൽ പതിവാക്കുക. സർവ്വ ഐശ്വര്യങ്ങളും ദുനിയവിയും ഉഖ്റവിയുമായ ഐശ്വര്യങ്ങളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകും. അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ.